പശ്ചിമേഷ്യയിലെ സംഘർഷം ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തുവരികയാണ്. ബഹ്റിനിൽ യുഎസിന്റെ സൈനിക താവളത്തിലേക്ക് കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. അല്പം മുമ്പാണ് ഇറാന് നേരെ അമേരിക്കയുടെ വലിയ ആക്രമണം ഉണ്ടായത്. ഇറാന്റെ തെക്കൻ മേഖലകളിലേക്ക് യുഎസ് നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായിരുന്നു ഈ സൈനിക നീക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബഹ്റിനിലെ ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബഹ്റിനിൽ സൈറനുകൾ മുഴങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏറ്റവും തൊട്ടടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് ജനങ്ങളോട് ബഹ്റിൻ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, നേരത്തെയും സമാനമായ കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ് ഒക്കെയാണ് അമേരിക്കയുടെ ആക്രമണത്തിനെതിരെ ഇറാന്റെ ലക്ഷ്യം. അമേരിക്കയിലേക്ക് നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഗൾഫ് മേഖല കൂടി സംഘർഷഭരിതമാവുകയാണ്, അനിശ്ചിതാവസ്ഥയിലേക്ക് മാറുകയാണ്. ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും ഒരു ആശങ്കയുടെ കാറ്റ് വീശുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബഹ്റൈനിൽ ഇപ്പോൾ കടുത്ത ഒരു സംഘർഷാവസ്ഥയാണ്. ജനങ്ങളോട് എത്രയും വേഗം അടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സൈറനുകൾ ഇപ്പോൾ രാജ്യത്ത് തുടർച്ചയായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുഎസിന്റെ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈനിലാണ്. അപ്പോൾ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഇറാൻ മുൻപും ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഏതാണ്ട് 4 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഒറ്റ പകൽ മാത്രം ഇറാൻ ബഹ്റൈനിലേക്ക് തൊടുത്തുവിട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ 5th ഫ്ലീറ്റിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു ഡ്രോൺ ആക്രമണമാണ് നിലവിൽ നടത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IRGC തന്നെ നിലവിൽ ഇക്കാര്യം അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വഴി പുറത്തിറക്കി ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ബഹ്റൈന്റെ ആഭ്യന്തര മന്ത്രാലയം കൂടി അത് സ്ഥിരീകരിക്കുകയാണ്. ആദ്യം IRGCയുടെ ഭാഗത്തു നിന്നുള്ള വെറും പ്രസ്താവനയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബഹ്റൈന്റെ ആഭ്യന്തര മന്ത്രാലയം തന്നെ രാജ്യത്തിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഗൾഫ് മേഖലയിൽ വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശം വരികയാണ്. അവിടെ 5th ഫ്ലീറ്റിലേക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളുടെ തോത് എത്രമാത്രമാണെന്ന് നമുക്ക് ഇനിയും വ്യക്തമായിട്ടില്ല. ഈ സ്ഥലം എന്ന് പറയുന്നത് അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതിൽ വിശദീകരണം നൽകേണ്ടത് തീർച്ചയായിട്ടും യുഎസിന്റെ സെൻട്രൽ കമാൻഡാണ്. അവർ ഇപ്പോൾ നിലവിൽ വാർത്താക്കുറിപ്പൊന്നും പുറത്തിറക്കിയിട്ടില്ല. അവർ അവസാനമായിട്ട് അവരുടെ എക്സ് അക്കൗണ്ട് വഴി പുറത്തുവിട്ടിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഇറാന് നേരെ അവർ ആരംഭിച്ചിരുന്ന സൈനിക നടപടികൾ അവസാനിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യൻ സമയം നമ്മൾ ഈ അമേരിക്കന്റെ കുവൈറ്റിലെയും ബഹ്റിനിലെയും ഒക്കെ സൈനിക താവളങ്ങളിലേക്കാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്ന് ഇറാൻ പറയുമ്പോഴും അതിന്റെ തിക്തഫലങ്ങൾ മിക്കപ്പോഴും അനുഭവിക്കുന്ന അവിടുത്തെ സാധാരണക്കാരാണ്. ബഹ്റൈൻ പോലെയുള്ള രാജ്യത്തിൻ്റെ വല്ലാത്ത അസന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അവിടുത്തെ നിരത്തുകളിലൊക്കെ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിക്കാറുണ്ട്. സമാനമായി തന്നെ സാധാരണക്കാർ കൊല്ലപ്പെട്ട അവസ്ഥ കുവൈറ്റിലുണ്ട്. ഇത്തവണ ഈ സൈനിക താവളമെന്ന് പറയുമ്പോഴും മറ്റു മേഖലകളിലേക്ക് കൂടി ആക്രമണങ്ങൾ എത്തുന്നു എന്നുള്ള സൂചനകളല്ലേ ഈ സൈറനുകൾ മുഴങ്ങുന്നതുമായി ബന്ധപ്പെട്ടും ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ ഡ്രോൺ ആക്രമണം, മിസൈൽ ആക്രമണം എന്ന് പറയുമ്പോൾ അവർ സാധാരണ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപേ ഈ ഡ്രോണിൻ്റെയും മിസൈലിൻ്റെയും എല്ലാം ആക്രമണം തടയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പ്രത്യാക്രമണമായിട്ട് ഇപ്പോൾ ബഹ്റൈനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ള മറ്റെവിടെ നിന്നാണെങ്കിലും മറുപടിയായിട്ട് മിസൈലുകൾ അയക്കുമ്പോൾ അവർ അയച്ച, അതായത് ഇപ്പോൾ ഇറാൻ ആണെങ്കിൽ ഇറാൻ അയച്ച ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിലാണ് പലപ്പോഴും വന്ന് വീഴുന്നത്. അത് കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിലാണ് ഏറ്റവും വലിയ ഒരു സംഘർഷാവസ്ഥ പശ്ചിമേഷ്യയിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും നിലനിന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിച്ചിട്ടുള്ളത് രഞ്ജി സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹ്റൈനും കുവൈറ്റുമാണ്. പ്രത്യേകിച്ച് കുവൈറ്റിലെ ഔദ്യോഗിക വിമാനത്താവളത്തിന്റെ 1ാം നമ്പർ ടെർമിനൽ അവർ ആദ്യഘട്ടത്തിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് ഇത് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടിയിരുന്നു. പിന്നീട് റെനോവേഷൻ വർക്കുകളൊക്കെ നടത്തി അത് വീണ്ടും തുറന്നത് ഒരു തിങ്കളാഴ്ചയാണ്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. എന്നാൽ അതിന് 2 ദിവസത്തിന് ശേഷം ഇറാൻ വീണ്ടും അവിടേക്ക് ആക്രമണം നടത്തി ഈ ടെർമിനൽ പൂർണ്ണമായിട്ടും തകർക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. ഇപ്പോൾ ബഹ്റൈനിലേക്ക് വീണ്ടും ഒരു ആക്രമണം അവർ നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും US ആക്രമണങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിലെല്ലാം അവർ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ഈ US-ന്റെ
ഹെലികോപ്റ്റർ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഇറാന്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ആണെങ്കിലും ഈ ഒരു വാദത്തെ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിമാനം തകർന്നു വീണതിനെ സംബന്ധിച്ച് ഈ US ആണെങ്കിലും ഇന്നലെ ഇറാന്റെ പേര് പറഞ്ഞിരുന്നില്ല. ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഹോർമുസ് കടലിടുക്കിൽ തകർന്നു വീണു. ഇതിൽ 2 പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേർക്കും പരിക്കില്ല. 2 പേരെ മേഖലയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് അടുത്ത ദിവസം പുറത്തുവിടും എന്ന് മാത്രമാണ് US കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയാണ് പെട്ടെന്ന് ട്രംപ് ഇക്കാര്യത്തിൽ ഇറാനെ കുറ്റപ്പെടുത്തുകയും ഇറാന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. ട്രൂ സോഷ്യൽ വഴിയായിരുന്നു ട്രംപ് ഇത്തരം ഒരു വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയത്. തൊട്ടു പിന്നാലെ US-ന്റെ സെൻട്രൽ കമാൻഡ് പ്രതികരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഇറാന്റെ തെക്കൻ മേഖലകളായിട്ടുള്ള ബന്ദർ അബ്ബാസിലും ഖേഷൻ ദ്വീപിലേക്കും ആക്രമണം നടത്തി 2 വാട്ടർ ടാങ്കുകൾ തകർത്തു. മേഖലയിൽ തുടർച്ചയായിട്ട് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത്തരമൊരു സാഹചര്യം, അത്തരമൊരു ഇറാൻ പോലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത ഒരു അപ്പാച്ചെ വിമാനത്തിന്റെ തകർച്ചയ്ക്ക് US ഇറാനെ ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇറാൻ ബഹ്റൈനിലുള്ള US-ന്റെ 5th ഫ്ലീറ്റ് ആസ്ഥാനത്തേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ബഹ്റൈനിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാളികളടക്കം നിരവധി ആളുകളുള്ള ഒരു സ്ഥലമാണ്, ഗൾഫ് രാജ്യമാണ് ബഹ്റൈൻ. അവരൊക്കെ നാളുകളായി ഭീതിയിലാണ്, അവരുടെ ലൈഫൊക്കെ വല്ലാത്ത ആശങ്കയിലാണ്. പലതരത്തിലുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്നു. മിസൈലിൻ്റെയും ഡ്രോണുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ നിരത്തുകളിൽ ഉണ്ടാകുന്നതൊക്കെ പ്രശ്നമാണ്. ഇപ്പോൾ സമാനമായി തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.